അലൻ ജോസ് പെരേര ആറാട്ടാണ്. ഇവരെ പറ്റി എന്താ അഭിപ്രായം? ഒരു റോസ്റ്റഡ് പീസ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇവരെങ്ങനെ ഇത്ര പെട്ടെന്ന് വൈറലായെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും പലരും പറയും ഇത് കോമാളിത്തരം കൊണ്ടാണെന്ന്. പക്ഷെ അത് മാത്രമല്ല, ശരിക്കും അതിന്റെ പിന്നിൽ ചെറിയൊരു സ്ട്രാറ്റജി കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തോ കേരളത്തിൽ 2 ആള് കൂടുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഇവരാണ് ഒരു മെയിൻ ടോക്ക്. എവിടെ നോക്കിയാലും നെഗറ്റീവ് മാർക്കറ്റിംഗ്, ട്രോൾസ്, കോൺട്രവേഴ്സീസ്. ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ ഇതേ ഉള്ളൂ. യെസ്, സംസാരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ന്യൂട്രൽ ആയിട്ടുള്ള കോണ്ടന്റ് ജനങ്ങൾ ഷെയർ ചെയ്യില്ല. ഒന്നെങ്കിൽ ലവ് ചെയ്യണം, അല്ലെങ്കിൽ ഹേറ്റ് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിനെ അവർ വെൽക്കം ചെയ്യാണ് ചെയ്തത്. എന്തായാലും കേരളത്തിന് ഇവരറിയാം. ആ പോപ്പുലാരിറ്റി വെച്ച് ഇവർ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് മാർക്കറ്റിംഗ് ഡേഞ്ചറസ് അല്ലേ? ഇമേജ് ശരിക്കും സ്പോയിൽ ആയി പോകില്ലേ? എന്ത് വിസിബിലിറ്റി ആണ് ഫസ്റ്റ്. വെൻ യു ആർ ബിൽഡിംഗ് വിസിബിലിറ്റി, വാല്യൂ അതിന് ശേഷം ആഡ് ചെയ്യാം. ഇപ്പം തന്നെ നെഗറ്റീവ് ഇംപ്രഷൻ കൊണ്ടുവന്നിട്ട് പിന്നെ പോസിറ്റീവായിട്ട് മാറിയ എത്ര ആളുകളുണ്ട്? നമ്മുടെ ബിഗ് ബോസ് മാത്രം എടുത്ത് നോക്കിയാൽ പോരെ. അപ്പോൾ ശരിക്കും ഒരു ബ്രാൻഡ് വാല്യൂ ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫിലിം എടുത്ത സക്സസ് ആക്കാൻ വിചാരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഇവരെ ഒരു മെയിൻ റോളിൽ കാസ്റ്റ് ചെയ്താൽ പോരെ? അത് ശ്രദ്ധിക്കപ്പെടില്ലേ? എന്തിനാ ഈ മാർക്കറ്റിങ്ങിന് ഇത്ര സ്പെൻഡ് ചെയ്യുന്നത്?